രത്നങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ഇഷ്ടമുള്ള അമൂല്യ രത്നങ്ങളിലൊന്നാണ് ബ്ലൂ സഫയർ അഥവാ ഇന്ദ്രനീലം. അവ എവിടെ നിന്നുമാണ് ലഭിക്കുന്നത്? പ്രമുഖ പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു. ജെംസ് വേൾഡ്. നമസ്കാരം. ജെംസ് വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പമുള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വന്നത് ബ്ലൂ സഫയറിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അത് ഇന്ദ്രനീലത്തിലേക്ക് അതിലേക്ക് കടന്നിട്ടില്ല നമ്മൾ ശരിക്കും പറയില്ല. ഇത് പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെയാണ്? ഈ ഭൂമിക്കടിയിലുള്ള രത്നം തന്നെയല്ലേ? ഒരു 95% രത്നങ്ങളും ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. 5 to 10% നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന കല്ലുകളുണ്ട്, മരത്തിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പക്ക ഇത് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് തന്നെ കിട്ടുന്നത്. 1 കിലോമീറ്ററോളം ആഴത്തില് രത്നങ്ങൾ വിളഞ്ഞുണ്ടാവുക ചെയ്യുന്നത്. അത് ആ ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ്. ഇന്ദ്രനീലം ഉണ്ടാകാനായിട്ട് കൊറംഡം എന്ന് പറഞ്ഞൊരു മിനറൽ ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ വേൾഡ് ഫേമസ് മൈൻ എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഈ ഇന്ദ്രനീലത്തിന്റെ ശ്രീലങ്കൻ സഫയർ ആണ് ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അത് അന്നത്തെ കാലത്താണ്. മരതകം നോക്കുകയാണെങ്കിൽ കൊളംബിയ എന്ന് നമ്മൾ ഇപ്പോൾ നെറ്റിലടിച്ച് നോക്കിയാൽ ഉടൻ കൊളംബിയ എന്ന് വരും. കാരണം അത് പണ്ട് ജോഗ്രാഫിക്കലി അത് വളരെ ഫേമസ് ആയതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് ഇഷ്ടംപോലെ മൈനുകൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ആഫ്രിക്കയിൽ നിന്നൊക്കെ പുതിയ മൈനുകൾ സ്റ്റോണുകൾ വരുന്നുണ്ട്. നല്ല ഉഗ്രൻ സ്റ്റോൺസ്. അതിനകത്ത് മറ്റ് തരത്തിലുള്ള ഒരു ഇതുമില്ല. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഭൂമിയാണത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ധാരാളം കല്ലുകൾ വരുന്നുണ്ട്, പുതിയ പുതിയ മൈനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സഫയർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ പ്രഷറും അതുപോലെ മിനറൽസും എല്ലാം കൂടെ കൊണ്ട് ആണ് കല്ലുകൾ ദളം പോകേണ്ടത്. ഇന്ദ്രനീലം ഉണ്ടാകുന്ന ഒരു മൃദംഗത്തിന്റെ ഷേപ്പിലാണെന്ന് പറയുന്നത്. ദളം ഉണ്ടാകുന്നത് മൈൻ ചെയ്യുമ്പോൾ മൃദംഗത്തിന്റെ ഒരു ബാരൽ ഷേപ്പിൽ ഉണ്ടാകുകയും അത് പിന്നീട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് പലതരത്തിലുള്ള പ്രോസസ്സിങ് കൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ജ്വല്ലറി കാണുന്ന ആ ഒരു ലെവലിലേക്ക് സ്റ്റോൺ എത്തുന്നത്. അതിന്റെ പുറകിൽ ഒരുപാട് വർക്ക്മാൻഷിപ്പ് ഉണ്ട്, ലേബർ ഒരുപാടുണ്ട്, പലതരത്തിലുള്ള പ്രോസസ്സിങ്ങാണ്. ഒരു കല്ല് വരണമെങ്കിൽ പല തരത്തിലുള്ള പ്രോസസ്സിങ്ങാണ്. കട്ടിങ്, അതിന്റെ ഫിനിഷിങ്, ക്ലീനിങ്, പല പ്രോസസ്സാണ്. ശ്രീലങ്ക അല്ലാതെ പിന്നെ ശ്രീലങ്ക വരുന്നുണ്ട്, ബാങ്കോക്ക് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഡബിൾ കളറിലുള്ള കല്ല് കൂടുതൽ വരുന്നത്. അതായത് ചെറിയൊരു മയൂരി ബ്ലൂ, പീകോക്ക് ബ്ലൂ എന്ന് പറയുന്നത്. കാശ്മീരിലുണ്ട് കാശ്മീർ ബ്ലൂ. അതൊന്നും കിട്ടാനേ ഇല്ല ഇപ്പോൾ. കാശ്മീർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാശ്മീരിൽ നിന്നും ഇപ്പോൾ സാധനമൊന്നും കിട്ടുന്നില്ല. ശ്രീലങ്ക തന്നെ വളരെ സ്കേഴ്സിറ്റി ആയിപ്പോയി കല്ലിന്. കാരണം വെച്ചാൽ ഇത് ആ സുനാമി വന്നപ്പോൾ കുറെ പോയി. അപ്പോൾ കിട്ടുന്ന കല്ലിന് നല്ല വിലയുണ്ടാവാൻ. അത് റോബിൻ ബ്ലൂവിൻ്റെ കളറായിരിക്കും, റോബിൻ ബ്ലൂ കളർ. ബാക്കി വരുന്നതെല്ലാം ബാങ്കോക്കിൽ നിന്ന് വരുന്ന കല്ലുകൾ ഒക്കെ ആണെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ. അത് നമ്മൾ സാധാരണ പെട്ടെന്ന് കാണുന്ന ഇന്ദ്രനീലം അതാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന് ടൈറ്റാനിയം അയോൺ ഓക്സൈഡും ആണ് അതിൻ്റെ കണ്ടന്റ്. മനസ്സിലല്ലേ? അതെ, ടൈറ്റാനിയം കൊണ്ടാണ് അതിൻ്റെ കളറിന് വേരിയേഷൻ. അയൺ ഓക്സൈഡ് ചേരുമ്പം അതിന് ബ്ലൂ കളർ വരിക ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിത് ധരിക്കുന്ന ആർക്കൊക്കെ ധരിക്കാം, ശനിയുടെ ഒരു കുറിച്ചൊക്കെ. ഈ കല്ലുകൾ ഏതായാലും എസ്പെഷ്യലി നമ്മൾ ശനിയുടെ കല്ലാണെങ്കിൽ തന്നെയും നമുക്കത് കൃത്യമായിട്ട് അനുയോജ്യമാണോ എന്നുള്ളത്, ഈ ശനി നമുക്ക് സപ്പോർട്ടീവ് ആണോ എന്നാണ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. സപ്പോർട്ടീവ് ആണ് പക്ഷെ വീക്കാണ്, കല്ല് നമുക്ക് അവിടെ കൊടുക്കാം. അതിന് മറ്റു തരത്തിലുള്ള ദശാകാലങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഒരാളുടെ ചാർട്ടിൽ നമ്മൾ ലാസ്റ്റാണ് നോക്കുന്നുള്ളൂ ദശാകാലമൊക്കെ. ഡിവിഷണൽ ചാർട്ടുകളുണ്ട്, വെറുതെ ഒരു ചാർട്ട് മാത്രമേ. ഡിവിഷണൽ ചാർട്ടുകളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ D1 D9 ചാർട്ടുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ആ കല്ല് അവിടെ കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ശ്രീരാജ് ആണെങ്കിൽ ഞാൻ ശ്രീരാജിനെ കൊണ്ടല്ലോ പോകുന്ന നടക്കുന്നത്. സെയിം പ്രിൻസിപ്പിൾ തന്നെ. വേറെ ഓപ്പോസിറ്റ് ഉള്ള ആളെ കൊണ്ട് ഇത് നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലുകൾ നമ്മൾ ധരിക്കരുത്. പലരും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കല്ല് സജസ്റ്റ് ചെയ്യുമ്പോൾ കല്ലിനകത്ത് കണ്ടൻസ് എന്നാണ്, ഇതിൻ്റെ ഹാർഡ്നെസ് എന്നാണ്, ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ ഏജിന് ഈ കല്ല് നമുക്ക് സ്യൂട്ടബിൾ ആവുമോ, ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മൾ ചിന്തിച്ചതിന് ശേഷമാണ് ഫൈനലെത്തുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുക്കുന്ന രത്നം അയാളുടെ ലൈഫ് ടൈം ധരിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം.